ഞങ്ങൾ ഈ ആടിപ്പാടി പോണത് കാക്കത്തുരുത്തിയിലേക്കാണേ. മനസ്സിലായില്ല അല്ലെ? പറഞ്ഞുതരാം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനേക്കാളും മുമ്പ് ഞങ്ങളുടെ വല്യപ്പനും മക്കളും വന്നിട്ടുണ്ടായിരുന്നു ഏതുവിനെ ഞങ്ങളെയൊക്കെ കാണാൻ വേണ്ടിട്ട്. ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുമ്പോ എല്ലാ ദിവസവും വൈകുന്നേരം അല്ലെങ്കിൽ ഒരു രാത്രിയോട് എടുക്കുമ്പോ വല്യപ്പൻ എപ്പോഴും അപ്പനോട് വർത്താനം പറഞ്ഞിരിക്കാൻ വരും കേട്ടോ. ഇനി കാക്കത്തുരുത്തിനെ പറ്റി പറയാം. ഇത് ഇരിഞ്ഞാലക്കുടയിൽ കാക്കത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഫാമാണേ. വൈകുന്നേരമൊക്കെ ആകുമ്പോ പിള്ളേരെ കൊണ്ടൊക്കെ പോയി റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. മാത്രമല്ല അവിടെ കുറെ ആക്ടിവിറ്റീസും ഉണ്ട്. അതായത് ഈ ടോയ് ട്രെയിനും ബോട്ടിങ്ങും പിന്നെ എന്ത്രൂഞ്ഞാലും ഒരുപാട് മൃഗങ്ങളും പോരാത്തിന് ഇതൊക്കെ കാണാൻ കുറെ ആൾക്കാരും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല ആക്റ്റീവ് സ്ഥലം. ഞങ്ങൾ ആദ്യം തന്നെ ടോയ് ട്രെയിനിൽ കയറി ആ ഫാം ഹൗസ് ചുറ്റും കറങ്ങി കണ്ടേ. അത് കഴിഞ്ഞ ഒരു സ്വിംഗ് പോലത്തെ ഒരു റൈഡിൽ കയറാനുള്ള ഒരു പോക്കാട്ടോ ഞങ്ങളെല്ലാവരും. ഇതുങ്ങൾക്കൊന്നും വേറൊരു പണിയില്ലെന്നുള്ളൊരു മൂഡിലാട്ടോ അമ്മയൊക്കെ നിൽക്കുന്നേ. വേറെ ഒന്നല്ല, അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ആ റൈഡിൽ കയറി ഞങ്ങൾ എല്ലാവർക്കും നല്ല ഫണ്ണായിട്ടാട്ടോ തോന്നിയത്. ഫ്രണ്ട്സും കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റൈഡ്. അതിനേക്കാളും എൻജോയ് ചെയ്തൊരു റൈഡാട്ടോ ഇത്. ഞങ്ങൾ ആരും കയറിയില്ലെങ്കിലും ഡിജോയുടെ ആ ഒരു പെർഫോമൻസ് കണ്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ പുറത്തു നിന്ന് ഞങ്ങളാട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്ത ഡിജോനേക്കാളും. അവിടെ നോക്കി നിന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെ മുഖം കണ്ടാൽ അറിയാം ഞങ്ങൾ എന്തോരം എൻജോയ് ചെയ്തു എന്നത്. ഇങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കൊക്കെ കിട്ടിയാൽ നമ്മൾ വെറുതെ വിടോ? ഇറങ്ങി വന്ന ഡിജോനെ ഒരുപാട് കളിയാക്കി. ഇപ്പോഴും അതിന്റെ പേരിൽ കളിയാക്കൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കാട്ടോ ഡിജോ. റൈഡിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് ആദ്യം ഡിജോ ചെയ്ത ആ ഓപ്പറേറ്ററെ കെട്ടിപ്പിടിക്കലാണ്. തല കറങ്ങിയിട്ടല്ലാട്ടോ, സ്നേഹം കൊണ്ടാ. ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുമ്പോഴേക്കും രാത്രി ഒരുപാട് ആയിരുന്നു.